ഹായ് ഗേയ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ കഥ വീണ്ടും കേട്ടു തുടങ്ങാം. മൈമുന അവിടെ ചിന്തയിലിപ്പോൾ തൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് മാത്രമാണുള്ളത്. ഇക്കന്നെയും തന്നെയും കുഞ്ഞ്. ആ കുഞ്ഞ് ജീവനെ തൻ്റെ കയ്യിൽ കിട്ടുന്നവരെ വേറെ ഒന്നിനെപ്പറ്റി ചിന്തിക്കാൻ ഇപ്പോൾ മൈമുനയ്ക്ക് സമയമില്ല. മുസാഫർ ജോലി ചെയ്യുന്ന പകൽ സമയം കൂടി അവൻ്റെ അരികിൽ എപ്പോഴും മൈമുനയുണ്ട്. അതുകൊണ്ട് തന്നെ മുസാഫറിനെ കൃഷ്ണയൊന്ന് വിളിക്കാനോ കൃഷ്ണയ്ക്കൊരു മെസ്സേജ് അയക്കാനോ അവിടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് തിരക്കാനോ കഴിയാറില്ല. അവിടെ വയറ്റിൽ വളരുന്ന തങ്ങളുടെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് കൂടി ഒന്ന് തിരക്കാൻ കഴിയാറുമില്ല. പക്ഷേ അവിടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെപ്പറ്റി ഓർക്കുമ്പോൾ മുസാഫിൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം വന്ന് നിറയാറുണ്ട്. തൻ്റെ എല്ലാമായി താൻ സ്നേഹിച്ച പെണ്ണാണ് ഒരിക്കൽ തൻ്റെ എല്ലാമായിരുന്നവൾ. അവളെ ഒന്ന് നെഞ്ചി ചേർത്ത് പിടിക്കാനോ ഒന്ന് ലാളിക്കാനോ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോയി താനിപ്പോൾ. പക്ഷേ തനിക്ക് മനസ്സിലാകാത്തൊരു സത്യമുണ്ടവിടെ. കൃഷ്ണ തന്നിൽ നിന്ന് വല്ലാത്തൊരകലം പാലിക്കുന്നു ഇപ്പോൾ. ഒരു മെസ്സേജ് കൂടി ഇപ്പോൾ അയക്കാറില്ല. അവൾക്ക് ഇത്ര പെട്ടെന്ന് തന്നെ മറക്കാൻ കഴിയുമോ? അന്ന് പോയി നേരിട്ട് കണ്ട സമയത്ത് കൂടിയും അവൾ തന്നോട് കൂടുതൽ മിണ്ടാനോ സഹകരിക്കാനോ തന്നെ നോക്കാനോ പോലും അവൾ തയ്യാറായില്ല. അപ്പോൾ അന്ന് തോന്നിയത് എല്ലാവരും ഉള്ള സമയം അല്ലേ, അവിടെ വീടാണ്, അച്ഛനും അമ്മയും ശ്രീയും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം തന്നോട് ഇത്രയും അകലം പാലിക്കുന്നത് എന്നാണ് അന്ന് തനിക്ക് തോന്നിയത്. പക്ഷേ അതിനുശേഷവും അവളിൽ നിന്നൊരു മെസ്സേജ് കൂടിയും തന്നെ തേടിയെത്താറില്ല. അവളൊരു മെസ്സേജ് കൂടി തനിക്ക് അയക്കാറില്ല. പക്ഷേ തനിക്കൊരിക്കലും അവൾ വിട്ട് കളയാനോ മറക്കാനോ കഴിയില്ല. കാരണം തങ്ങൾ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്ന ഒന്നുണ്ട് അവിടെ. അവിടെ വയറ്റി വളരുന്ന തൻ്റെ കുഞ്ഞ്. അതിന് മറ്റൊരു അവകാശി നോ വിട്ടുകൊടുക്കില്ല. അതെൻ്റെ കുഞ്ഞാണ്. അതിന് മറ്റൊരു അവകാശി വരാൻ ഞാൻ അനുവദിക്കുകയുമില്ല. അതിനെ അംഗീകരിച്ച് കൊടുക്കുകയുമില്ല. ചിന്തകൾ അത്രത്തോളമായപ്പോൾ മുസാഫർ കണ്ടു കണ്ണിമയക്കാതെ തന്നെ നോക്കിയിരിക്കുന്ന മൈമുനെ, തൻ്റെ ജീവൻ്റെ പാതി. പണ്ടത്തെ മൈമുനെ അല്ലേ ഇത്. ഒരുപാട് സ്നേഹമാണ്, ജീവനാണ്, പ്രാണനാണ് അവൾക്കിപ്പോൾ മുസാഫർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴും കൃഷ്ണയെ ഓർക്കാറില്ല. ഓർക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യം. ഓർക്കാൻ അവൾ അനുവദിക്കാറില്ല, അതാണ് അതിൻ്റെ സത്യം. ആവശ്യത്തിനധികം പറ്റിയ സ്നേഹം അവൾ കുന്നോളം വാരി കൊടുക്കുകയാണിപ്പോൾ മുസാഫറിന്. എത്ര സ്നേഹം അവനിൽ നിന്ന് അവൾ നിഷേധിച്ചോ അതിൻ്റെ ഇരട്ടി സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ് മുസാഫറിനെ ഇപ്പോൾ മൈമുന. പിന്നെ തങ്ങളുടെ കുഞ്ഞും. അവൻ ചിരിയോട് അവളെ അരികിലേക്ക് വിളിച്ച് എന്നിട്ട് ചേർത്ത് പിടിച്ച് ഒരു നനുത്ത ചുംബനം ആ ചുണ്ടി തന്നെ നൽകി. എന്നിട്ട് ചിരിയോട് പറഞ്ഞു, എൻ്റെ കുറുമ്പിക്കുട്ടി പോയി അവിടെ കിടന്നോ, അല്ലെങ്കിൽ ഇക്കൻ്റെ ജോലി നടക്കൂല. ജോലിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് വരാം. അവനറിയാം ഇനി കൂടുതൽ റൊമാൻസ് കാണിച്ചു കഴിഞ്ഞാൽ പെണ്ണ് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. അവൾ കുറുമ്പ് കലർന്ന മുഖത്തോടെ അവനെ നോക്കി പതുക്കെ കട്ടിലേക്ക് കയറി കിടന്നു. ഈ മാസത്തെ കീമോ കഴിഞ്ഞത് പിന്നെ കുറച്ച് ക്ഷീണം കൂടുതലാണ്. ഗർഭസ്ഥൻ്റെ ആലസ്യം കൂടിയായപ്പോഴത്തേനും കുറച്ചേറെ തളർത്തുന്നുണ്ട് അവളെ. അതെല്ലാം ഓരോ കീമോ കഴിയും തോറും കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. ചെറിയ മരുന്ന് പോലും താങ്ങാൻ കഴിയാത്ത ഒരു ഗർഭാവസ്ഥയിൽ ആണ് കീമോ പോലുള്ള ഒരു കാര്യം ചെയ്യുന്നത്. ആ ഡോക്ടർക്ക് നല്ല ടെൻഷനുണ്ട്. ഡോക്ടർക്ക് ടെൻഷൻ കൂടിയിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഈ അവസ്ഥ എങ്ങനെ തരണം ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവരിൽ നിന്ന് കേട്ട മറുപടി, ഇതൊക്കെ വിദേശങ്ങളിൽ സർവ്വസാധാരണമാണ്. ഗർഭാവസ്ഥയിൽ പലപ്പോഴും പലവരിലും ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ ഗർഭത്തിന് മുമ്പ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്, കീമോ ചെയ്യുന്നുണ്ട്, എന്നിട്ടും അവർ ക്യാരിങ്ങായി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നുണ്ട് എന്നുള്ള അറിവാണ് ആ ഡോക്ടർക്ക് അകപ്പാട് കിട്ടിയിരിക്കുന്ന ഒരാശ്വാസം. പക്ഷേ തൻ്റെ ഉള്ളിലെ കലമ്പൽ അറിയാതിരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും മറ്റുള്ളവരറിയാതിരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്നൊരു ഭർത്താവാണ് മുസാഫർ. ആരോടും അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാൻ പോലും പറ്റുന്നില്ല. അകപ്പാട് ആശ്വാസമാകുന്ന ഇടയ്ക്കിടയ്ക്ക് ഓടിയെത്തുന്ന ഉമ്മായും ഇത്തുസും മാത്രമാണ്. ഉമ്മച്ചി ഇതിൻ്റെ ഇടയ്ക്ക് ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലെത്തിയ ഉപ്പായും ഉമ്മായെയും കാത്തിരുന്നത് മൈമനയുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞു ജീവനെ പറ്റിയാണ്. ആ സത്യം അവർ രണ്ടുപേരെയും വല്ലാതെ സന്തോഷിപ്പിച്ചെങ്കിലും അതിനേക്കാളേറെ വേദനയോടെ അവർ മകളെ നോക്കി. കാരണം വേറൊന്നും കൊണ്ടല്ല, ക്യാൻസർ എന്ന മഹാരോഗത്തിൻ്റെ ചികിത്സയോടൊപ്പം തന്നെ അവളിൽ വളരുന്ന കുഞ്ഞിൻ്റെ ഗർഭാവസ്ഥയിലെ ആലസ്യം കൂടിയായപ്പോൾ പലപ്പോഴും മൈമുന തളർന്നു പോകുന്നു. അതിനുമപ്പുറം
ആ ജീവൻ, ആ കുരുന്നു ജീവൻ, അവരുടെ ഉള്ളിൽ വളരുന്ന കുരുന്നു ജീവൻ, ആ ജീവനെ, തങ്ങളുടെ മകളുടെ ജീവനെ ഇല്ലാതാക്കി കളയുമോ എന്ന് എല്ലാവരും വല്ലാതെ ഭയപ്പെടുന്നു. പക്ഷേ മൈമനയുടെ മുഖത്ത് തെളിയുന്ന സന്തോഷം കാണുമ്പോൾ മാത്രം ആർക്കും ഒന്നും പറയാൻ തോന്നില്ല. ഇടയ്ക്ക് ഉമ്മച്ചിയുടെ സ്നേഹം നോക്കുമ്പോൾ ഓടിപ്പോയി ഉമ്മച്ചിക്കൊപ്പം കയറി കിടക്കും. ഉമ്മച്ചിയുടെ റൂമിൽ ഉമ്മച്ചിക്കരികിലേക്ക്. അപ്പോഴും ഒറ്റയ്ക്കല്ല പോവുക, മുസാഫറിൻ്റെ കൈ പിടിച്ച്. മുസാഫർ അരികിലുണ്ടാവണം എന്ന് വെച്ചാൽ ഏതു നേരവും മുസാഫറിനൊപ്പം മൈമനയുണ്ട്. മുസാഫറിന് ഒരിക്കൽ പോലും ആ ഫോൺ എടുത്ത് വെച്ച് കൃഷ്ണയെന്ന് വിളിക്കാൻ, ഒരു മെസ്സേജ് അയയ്ക്കാൻ ഒരു സാഹചര്യം ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നർത്ഥം. അവർ ഉമ്മയുടെ മുറിയിലെത്തി. അവിടെ അമ്മയും ഉമ്മയും കെട്ടിപ്പിടിച്ച് മൈമനെ അങ്ങനെ കിടന്നു. ദൂരെ കൃഷ്ണ എന്തൊക്കെയോ ഓർമ്മകളിൽ സ്വയം മറന്നങ്ങനെ കിടക്കുകയായിരുന്നു. ശ്രീയേട്ടൻ ഓഫീസിൽ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അവൾ കുറച്ച് നേരം ലാപ്പെടുത്ത് കുറച്ചേറെ നേരം ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നടുവേദനിച്ചതോടുകൂടി അവൾ ലാപ്പ് മാറ്റിവെച്ച് നീണ്ടു നൂന്നങ്ങ് കിടന്നു. അപ്പോഴേക്കും അവിടെ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. കുറേയേറെ നേരം കഴിഞ്ഞ് അമ്മയുടെ വിളി കേട്ടാണ് ഞെട്ടിക്കണ്ണ് തുറന്നത്. അപ്പോൾ മുന്നിൽ അമ്മ ഭക്ഷണവുമായി. അമ്മ അവളെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി ഭക്ഷണം വാരി കൊടുത്തു. അവർ അലിവോടെ തൻ്റെ മകളെ നോക്കി. കഴിഞ്ഞ 3 ആഴ്ചയായി ഒരേ കിടപ്പാണ് തൻ്റെ കുട്ടി. നാളെയോ മറ്റന്നാളോ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അപ്പോൾ അറിയാം കാല് ശരിയായോ എന്ന്. അതായത് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്, ശ്രീയുടെയും കൃഷ്ണയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം അടുപ്പിച്ചായിരിക്കുന്നു. മോൾക്കിപ്പോൾ ശനിയുടെ അപകാരം തുടങ്ങിയിരിക്കുകയാണ്. ഒക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് വേണം വിഷ്ണു നമ്പൂതിരി ഒന്ന് പോയി കണ്ട് കുറച്ച് കർമ്മങ്ങളേറെ ചെയ്യിക്കാനുണ്ട്. അതൊക്കെ ചെയ്യിക്കണം. കുഞ്ഞിൻ്റെ സമയദോഷമാണ്, അതൊക്കെ മാറിക്കിട്ടണം അവർ മനസ്സിൽ കരുതി. അമ്മ പോയ ശേഷം എന്തൊക്കെയോ ഓർമ്മകളിൽ സ്വയം മറന്നങ്ങിരുന്ന കൃഷ്ണ ഒരു തട്ടിൽ മുസാഫറിനെയും ഒരു തട്ടിൽ ശ്രീയെയും ഒന്നുവെച്ച് അളന്നു നോക്കി. ഇതിൽ ആരോടൊപ്പം താൻ നിൽക്കണം, അല്ലെങ്കിൽ ആരെയാണ് താൻ കൂടുതൽ സ്നേഹിക്കേണ്ടത്, ആരെയാണ് താൻ ചേർത്ത് പിടിക്കേണ്ടതെന്നറിയാതെ വല്ലാതെ കുഴങ്ങിയിരുന്ന സമയത്ത് തന്നെയാണ് ഫോൺ ബെല്ലടിക്കുന്നത്. ശാരിയായിരുന്നു അത്. ശാരി മുമ്പേ ചോദിച്ചത്. ശാരി അന്ന് വഴക്ക് പറഞ്ഞ് തന്നെ ഇന്ന് പോയതിന് ശേഷം ഇന്നാണ് വിളിക്കുന്നത്. ശാരിയോട് കുറേ നേരം ഫോണിൽ സംസാരിച്ച് അവൾ കിടന്നു. ശാരിക്കറിയേണ്ടതൊന്ന് മാത്രം, കൃഷ്ണയും ശ്രീയേട്ടനും തമ്മിൽ ഭാര്യ-ഭർത്ത ബന്ധം അങ്ങനെയൊന്നും ഉണ്ടായോ? ഇല്ലെന്ന് പറഞ്ഞതും ശാരി അവളോട് ദേഷ്യപ്പെട്ടു. ഓഹോ, അപ്പോൾ നീ ഇപ്പം ബോസിനെ ഓർത്ത് തന്നെ ഇരിക്കുകയാണോ? എന്താ നിൻ്റെ ഉദ്ദേശം? ഇതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് മുസാഫറിനെ തിരക്കി പോകാനോ, അതോ അയാളുടെ പട്ടമഹിഷി സ്ഥാനം അലങ്കരിക്കാനോ? എന്താ നിൻ്റെ ഉദ്ദേശം? നീ എന്താ മനസ്സിൽ കരുതി വച്ചിരിക്കുന്നത്? എൻ്റെ കൃഷ്ണ, നീ ഇനിയെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിൻ്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും, നീ ചെയ്ത വലിയ ചതിവ് മനസ്സിലാക്കിയിട്ടും നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു മനുഷ്യനുണ്ട് നിൻ്റെ വീട്ടിൽ, നിൻ്റെ ശ്രീയേട്ടൻ. ആ മനുഷ്യനോളം വലിമയും വലിപ്പവും ഒന്നുമില്ല നീ പറയുന്ന മുസാഫർ എന്ന ആ മനുഷ്യന്. അതുമാത്രമല്ല, ആ മനുഷ്യനൊരു കുടുംബമുണ്ട്. അയാളുടെ വഴിക്ക് വിട്ടിട്ട് നീ നിൻ്റെ ജീവിതം ചേർത്ത് പിടിച്ച് ജീവിക്കാൻ നോക്ക്. ഇനി എപ്പോഴാണ് കൃഷ്ണ നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുക? എത്ര പറഞ്ഞിട്ടും കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ശാരി പറയുന്നതെല്ലാം കേട്ട് നിശബ്ദമായിട്ട് കൃഷ്ണ ഇരുന്ന് കൃഷ്ണ തന്നോട് തന്നെ സ്വയം ഇതൊക്കെ ചോദിച്ചു. എൻ്റെ പൊന്നുമോളെ, നീ ഒന്നുകൂടെ ചിന്തിക്കുക. മുസാഫിർ, അയാൾ നിൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട. നീ ശ്രീയേട്ടനെയും ചേർത്ത് പിടിച്ച് അദ്ദേഹത്തെ ഭർത്താവായി അംഗീകരിച്ച് നിൻ്റെ ലോകത്തിൽ നീ ജീവിക്കാൻ നോക്കുമോളെ. അത് പറഞ്ഞ് ശാരി ഫോൺ വെക്കുമ്പോഴും കൃഷ്ണയെ എന്തൊക്കെയോ ആലോചിച്ച് സ്വയം മറന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം ഇവിടെ തീരുമാനമെടുക്കേണ്ടത് കൃഷ്ണയാണ്. അവിടെ മുന്നിലെ 2 തട്ടിൽ, ഒരു തട്ടിൽ മുസാഫറും ഒരു തട്ടിൽ ശ്രീയുമുണ്ട്. ആരെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടതും അവളാണ്. കാരണം ജീവിതം കൃഷ്ണയുടേതാണ്. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, ബൈ.